നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് ടെറൈനും എനിക്ക് കയറിപ്പോകാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടെ അങ്ങനെ കാണിച്ചു തന്ന ഒരു SUV-ക്കൊപ്പമാണ്, ഓതൻറ്റിക് SUV എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്ന മഹീന്ദ്രയുടെ ബൊലേറോയ്ക്കൊപ്പമാണ് ഞാനുള്ളത്. ബൊലേറോയും ബൊലേറോ നിയോയും പുതിയൊരു ഫേസ് ലിഫ്റ്റിന് വിധേയമായിരിക്കുകയാണ്. അപ്പം ഈ രണ്ട് വാഹനങ്ങൾക്കൊപ്പമുള്ള ഒരു വാക്ക് അറൗണ്ട് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 4, 2000 ബൊലേറോ ആദ്യമായി ഇന്ത്യൻ വാഹന ലോകത്തേക്ക് വന്നത്. 25 വർഷങ്ങൾ പിന്നിടുന്നു. 16 ലക്ഷം കസ്റ്റമേഴ്സ് ഈ ഒരു വാഹന ബ്രാൻഡ് നേടുകയും ചെയ്തു. അപ്പോൾ വ്യത്യസ്തമായ ടെറൈനുകൾ ഈസിയായി കടന്നു പോകാം. അത്തരം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വാഹനമാണ് മഹീന്ദ്രയുടെ ബൊലേറോ. കൂടുതൽ ഫാമിലിക്ക് വേണ്ടി എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വാഹന നിർമ്മാതാക്കൾ കുറെ കഴിഞ്ഞപ്പോൾ ബൊലേറോ നിയോയും ഇന്ത്യൻ വാഹന ലോകത്തേക്ക് കൊണ്ടുവന്നു. ഈ രണ്ട് വാഹനങ്ങൾക്കും കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ പ്രൗഡായിട്ട് പറയുന്നു, 25 വർഷം കൊണ്ട് 16 ലക്ഷം വാഹനങ്ങളാണ് ഇവർ വിറ്റത്. അപ്പോൾ കാലത്തിനനുസരിച്ച് കുറേ അധികം മാറ്റങ്ങൾ, കുറേ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രീമിയം ഫീച്ചേഴ്സും ഗ്രില്ലിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ എലിമെൻറ്റ്സ് ഒക്കെ തന്നെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്, കൂടുതൽ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബൊലേറോ നിയോയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമാക്കാൻ കൂടുതൽ എളുപ്പമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം GST റിഡക്ഷൻ വന്നു. അതുപോലെ തന്നെ വാഹനത്തിന് ഫേസ് ലിഫ്റ്റും വന്നു. ഒരുപാട് പുതുമകളാണ് വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനിൽ യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ല. എംഹോക്ക് എഞ്ചിൻ്റെ പവർ 55.9 kW അല്ലെങ്കിൽ 75 bhp ആണ്. ഇതിൻ്റെ ഒരു ടോർക്ക് 210 Nm ആണ്. ഈ വാഹനം കൂടുതൽ സ്ലീക്കർ ആയിട്ടുണ്ട്, കൂടുതൽ ബോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പുതിയ പുതിയ കളറുകളിലായിട്ടും വാഹനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. N11 എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റിനൊപ്പമാണ് നമ്മൾ ഈ വാക്ക് അറൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെയും വന്നിട്ടുണ്ട്. യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ബൊലേറോ നിയോയേക്കാൾ എങ്ങനെ രണ്ടും കൂടി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് ബൊലേറോ എന്ന് പറയാം. അതേപോലെ തന്നെ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനമാണ് ബൊലേറോ നിയോ. പവർഫുൾ, സ്പേഷ്യസ്, ഈസി ടു മെയിൻറ്റെയിൻ, ടഫ്, റിലയബിൾ, ഓതൻറ്റിക് എന്നൊക്കെ തന്നെ നമുക്ക് ബൊലേറോയെ പറയാം. അപ്പോൾ ബൊലേറോ നിയോ ആണെങ്കിൽ കുറച്ചും കൂടി വെർസറ്റൈലാണ്, സ്റ്റൈലിഷ് ആണ്, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആണ്, ബോൾഡ് ആണ്. അതേപോലെ മോഡേൺ ഫീച്ചേഴ്സ് ഒരുപാട് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടും തമ്മിൽ വില വ്യത്യാസവുമുണ്ട്. ശരിക്കും ഒന്ന് പ്രാക്ടിക്കലായി കൂടുതൽ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന സെഗ്മെൻറ്റിലേക്ക് മനുഷ്യർ കൂടുതലായിട്ടും, അതായത് ഹില്ലി ഏരിയാസ് അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ബൊലേറോയെ വളരെ റഫായിട്ടും ടഫായിട്ടും ഏത് ടെറൈനും താണ്ടി അവരുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ ബൊലേറോ നിയോ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് വേണ്ടി അവരുടെ കംഫർട്ട് സോൺ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ബോൾഡ് ന്യൂ ഗ്രില്ലാണ് ഒരു പ്രത്യേകത. മുൻഭാഗത്തെ ഈ ഒരു വലിയ മികച്ച സ്റ്റാൻസിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് അതുതന്നെയാണ്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സും ഇതും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പറയാനുള്ളത് ഇതിൻ്റെ ഡ്യുവൽ ടോൺ അലോയ് വീലാണ്. 16 ഇഞ്ച് സ്റ്റെൽത്ത് ബ്ലാക്ക് അലോയ് വീലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബൊലേറോ നിയോയുടെ മുൻഭാഗത്തെ ഈ ഗ്രില്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ആക്സെൻ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്രോമിൽ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രില്ലിൽ കൂടുതൽ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലിലേക്കും ആ ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിലുള്ള ഈ ഒരു എലിമെൻ്റ് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഗ്രില്ലുകൾ കാണാൻ കൂടുതൽ ഭംഗിയുണ്ട്. 16 ഇഞ്ച് മെറ്റാലിക് ഗ്രേ അലോയ് വീലാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ കൂടുതൽ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും ഒരു ബോൾഡ് ലുക്ക് തന്നെയാണ് ഇവിടെയായിട്ട് കാണാം. ന്യൂ കളേഴ്സ് ബൊലേറോ നിയോയിൽ വന്നിരിക്കുന്നു. നേരത്തെയുള്ള കളറുകൾ അല്ലാതെ തന്നെ പുതിയ കളറുകൾ വന്നിരിക്കുന്നു. ജീൻസ് ബ്ലൂ, കോൺക്രീറ്റ് ഗ്രേ, പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഡ്യുവൽ ഓപ്ഷനാണ്. ഇത് ശരിക്കും ജീൻസ് ബ്ലൂ എന്ന കളറാണ് നമുക്ക് വാക്ക് അറൗണ്ടിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ആ വാഹനത്തിനൊപ്പമാണ് നമ്മൾ ഉള്ളത്. ഇതിൻ്റെ തന്നെ ഡ്യുവൽ ഓപ്ഷനിൽ ഈ വാഹനം ലഭിക്കും. അപ്പോൾ ഇവിടെയായിട്ട് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൊലേറോ നിയോയ്ക്ക് 2 ഇൻറ്റീരിയർ കളറുകളാണ് വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു വാക്ക് അറൗണ്ടിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഈ ഒരു നിറം എന്ന് പറഞ്ഞാൽ ലൂണാർ ഗ്രേ ആണ്. അതോടൊപ്പം തന്നെ ശരിക്കും മോച്ച ബ്രൗൺ എന്ന് പറയുന്ന ഒരു നിറത്തിലും ഉണ്ട്. 2 പുതിയ ഇൻറ്റീരിയർ
കളർ ഓപ്ഷൻസിലാണ് ബൊലേറോ നിയോ എത്തുന്നത്. ബൊലേറോ നിയോയിലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നല്ല ഇരിപ്പിട സൗകര്യത്തോട് കൂടിയിട്ടുള്ള ലെതറൈറ്റ് അപ്പോൾസ്ട്രിയിലുള്ള പുത്തൻ സീറ്റുകളാണ്. സീറ്റ് അപ്പോൾസ്ട്രിയാണ്. എൻഹാൻസ്ഡ് കംഫർട്ട് എന്നവർ എടുത്തു പറയുന്നു. ഈ സീറ്റിൻ്റെ ഷേപ്പും ഇതുമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പുതിയ അപ്പോൾസ്ട്രിയിൽ പുതിയ സീറ്റ് ഡിസൈനാണ് ബൊലേറോ നിയോയിലേക്ക് വന്നിരിക്കുന്നത്. ബൊലേറോ നിയോയിലേക്ക് കൊടുത്തിരിക്കുന്നത് 22.8 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയെല്ലാം തന്നെ വന്നിരിക്കുന്നു. USB-C ടൈപ്പ് ചാർജിംഗ് സോക്കറ്റുകളും വന്നിട്ടുണ്ട്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റോഡിലൂടെയും ഏറ്റവും സ്മൂത്ത് ആയിട്ട് വാഹനം കൊണ്ടുപോകാൻ വേണ്ടതൊക്കെ തന്നെ മഹീന്ദ്ര ബൊലേറോയിലും ബൊലേറോ നിയോയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഡാമ്പർ ടെക്നോളജി വന്നിരിക്കുന്നു. അതേപോലെ എൻഹാൻസ്ഡ് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആൻഡ് സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നു. അതായത് പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനം നൽകുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഡൈനാമിക്സ് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന ആൾക്ക് ഒരു സുപ്പീരിയർ കൺട്രോൾ ഈ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളിൽ കൊണ്ടുവരാൻ പുതിയ കാര്യങ്ങൾ ഒക്കെ തന്നെയും കൊണ്ട് സാധ്യമാകും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിപ്രശസ്തമായ എംഹോക്ക് എഞ്ചിനിൽ എത്തുന്ന ഈ വാഹനത്തിൻ്റെ പവർ 100 bhp അല്ലെങ്കിൽ 73.5 കിലോവാട്ടാണ്. അതിൻ്റെ ഒരു ടോർക്ക് 260 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് ഈ വാഹനം എത്തുന്നത് ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷനിലാണ്. ഇതിനകത്തേക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ മൾട്ടി ടെറൈൻ ടെക്നോളജി MTTയും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായ എല്ലാ ടെറൈനുകളെയും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ വാഹനം എന്ന് നമുക്കറിയാം. യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ഈ 25 വർഷത്തിനായി ഈ ഒരു സെഗ്മെൻറ്റിലെ താരമാണ്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ ഏറ്റവും ഒന്നാമനായി നിലനിൽക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ തന്നെ വാഹന നിർമ്മാതാക്കൾ ചെയ്തിരിക്കുന്നു. 5 വേരിയന്റുകളിലാണ് ബൊലേറോ നിയോ എത്തുന്നത്. നമുക്കൊപ്പം ഈ കാണുന്ന വാഹനം ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. അത് ഇതിൻ്റെ പുതിയ വേരിയൻ്റ് ആണ്. N11 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് നോക്കാം. പുതിയ ഗ്രിൽ വന്നു, പുതിയ കളേഴ്സ് വന്നു. പുതിയ കളേഴ്സ് എന്ന് പറയുമ്പോൾ ജീൻസ് ബ്ലൂ, കോൺക്രീറ്റ് ഗ്രേ ഇങ്ങനെയുള്ള ഈ 2 കളറുകളും പുതിയതാണ്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ആദ്യമായിട്ട് കൊണ്ടുവന്നു. 16 ഇഞ്ച് അലോയ് വീൽ കൊണ്ടുവന്നു. പിന്നെ പുത്തൻ ഇൻറ്റീരിയർ തീം, 2 നിറങ്ങളിലുള്ള ഇൻറ്റീരിയർ തീം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലൂണാർ ഗ്രേയിലും അതേപോലെ തന്നെ മൊച്ച ഗ്രേ, അതേപോലെ തന്നെ ലെതറൈറ്റ് അപ്പോൾസ്ട്രി അതും വന്നിരിക്കുന്നത് ലൂണാർ ഗ്രേയിലാണ്. അഡ്വാൻസ്ഡ് സീറ്റ് കംഫർട്ട് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റൈഡ് ഫ്ലോ ടെക് വന്നിട്ടുണ്ട്. റിയർ വ്യൂ ക്യാമറ വന്നിരിക്കുന്നു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വന്നിരിക്കുന്നു. USB-C ചാർജിങ് പോയിന്റുകൾ വന്നിരിക്കുന്നു. ഇത്രയൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഗ്രേഡ്സ്. ശരിക്കും ഇത് N11 എന്ന് പറഞ്ഞ ആ ഒരു വേരിയൻ്റ് ആണ്. 5 വേരിയൻറ്റുകളാണ് ഉള്ളത്. N4, N8, N10, N10 ഓപ്ഷണൽ N11. ഇതിൽ ഏറ്റവും ഉയർന്ന വേരിയൻ്റ് ആണ് N11. മൊത്തത്തിൽ 9 കളർ ഓപ്ഷൻസിലാണ് വാഹനം ലഭിക്കുക. 6 മോണോട്ടോൺ കളറുകളിലും 3 ഡ്യുവൽ ടോൺ കളറുകളിലുമാണ് ലഭിക്കുക. ഇതിൽ പുതിയതെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഗ്രേയും ജീൻസ് ബ്ലൂവും ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിന് രണ്ടിനും ഡ്യുവൽ കളർ ഓപ്ഷൻസും വാഹന നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. ഡയമണ്ട് വൈറ്റ്, സ്റ്റെൽത്ത് ബ്ലാക്ക്, പേൾ വൈറ്റ്, റോക്കി ബേജ്, ജീൻസ് ബ്ലൂ, കോൺക്രീറ്റ് ഗ്രേ, പിന്നെ ഡ്യുവൽ ടോണിലും ഉണ്ട്. വൈറ്റിൽ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്, ജീൻസ് ബ്ലൂവിൽ ഡ്യുവൽ ടോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഗ്രേയിലും ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. ബൊലേറോ നിയോ 7 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി SUV ആണ്. ശരിക്കും യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റിലെ പ്രീമിയം ഒരു വിഭാഗത്തിലേക്ക് തന്നെ ബൊലേറോ നിയോയെ കൂടുതൽ കംഫർട്ട് ഫീച്ചേഴ്സ് കൊടുത്തിട്ട് ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും. ഇവിടെ ശരിക്കും ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സുഖമായിട്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സീറ്റിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. അതായത് പിന്നിര സീറ്റിലേക്ക് ഈ ഡോർ ഇങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളാണ്. ഇതിൻ്റെ സ്പെയർ വീൽ ഈ ഡോറിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സീറ്റ് ബെൽറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഇതുകളും സ്ലൈഡിംഗ് ആണ്. ഇവിടെയായിട്ടൊരു റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇരിക്കാം. ഈസി ആയിട്ടുള്ള വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊവിഷനും എന്തായാലും നൽകിയിട്ടുണ്ട്. ഈ പുത്തൻ സീറ്റ് അപ്പോൾസ്ട്രി, ഇതിൻ്റെ ഒരു ലെതറൈറ്റ് സീറ്റ് അപ്പോൾസ്ട്രി, അതിൻ്റെ ഒരു കംഫർട്ടും നമുക്ക് നന്നായിട്ട് ഇഷ്ടമാകും. സി പില്ലറിൽ ഗ്ലാസ് ഏരിയ ഒക്കെ നല്ല വൈഡായിട്ട് തന്നെയുണ്ട്. അപ്പോൾ 3ാം നിരയിൽ ഇരിക്കുന്നവർക്കും പുറം കാഴ്ച വളരെ സാധ്യമാകും. എന്തായാലും മുഖത്തോട് മുഖം നോക്കി തന്നെ ഇരിക്കുന്ന രീതിയിൽ കൂടുതൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നു ഈ ഒരു സബ് 4 മീറ്റർ UV വാഹനത്തിൽ എന്ന് പറയാം. എന്തായാലും ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൊലേറോ നിയോയുടെ ഫേസ് ലിഫ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
വളരെ ഈസി ആയിട്ട് കയറാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഹാൻഡിലുണ്ട്, ഇങ്ങനെ നമുക്ക് പിടിച്ച് ഇത് അടയ്ക്കാം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഇതിൻ്റെ ഒരു സ്പെയർ വീൽ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. പിൻഭാഗത്തെ ഏറ്റവും വലിയൊരു സ്റ്റൈൽ എലിമെൻ്റ് തന്നെയാണ് ഇതെന്ന് തീർച്ചയായിട്ടും പറയാം. ഇതും ഈ ഒരു ഫുഡ് സ്റ്റെപ്പും. ഇവിടെ ഈ ഹാൻഡിലുണ്ട്, ബൊലേറോ നിയോ എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നു. ഇതിനകത്തേക്ക് ക്യാമറ വരുന്നത് ഇപ്പോൾ ഈ ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സെൻസേഴ്സ് ഇവിടെയായിട്ടെല്ലാം കാണാം. N11 എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള വേരിയൻറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ റിയർ ലൈറ്റുകൾ ഇത്തരത്തിലാണ് ഉള്ളത്. ശരിക്കും നല്ല ഹെഡ് റൂം, നല്ല ലെഗ് റൂം. ഇവിടെയായിട്ട് പൗച്ചൊക്കെ ഉണ്ട്. മുൻനിര സീറ്റുകളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ്. വിശാലമായിട്ട് രണ്ടാം നിരയിൽ 3 പേർക്ക് ഇരിക്കാം. ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ തീം തന്നെ നമുക്ക് ഇഷ്ടമാകും. ഈ ഒരു കളർ പുതിയതാണ്. ഇവിടെ ശരിക്കും ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിൽസിൽ ഇവിടെ എല്ലാം പ്രീമിയം ഫീലുണ്ട്. ഡോറുകളൊക്കെ തന്നെയും വളരെ വളരെ സ്ട്രോങ് ആണ്. എന്തായാലും ശരിക്കും നമുക്ക് എല്ലാവർക്കും സീറ്റ് ബെൽറ്റുകളുണ്ട്. 22.8 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്തേക്കൊരു ടച്ച് സ്ക്രീൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ല വലിപ്പത്തിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിനകത്തേക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ വരുന്നുണ്ട്. അതുപോലെ സി ടൈപ്പ് ചാർജിങ് സോക്കറ്റുകൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ വിസിബിലിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഡ്രൈവർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റുകളൊക്കെ തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡാഷ്ബോർഡ് ഡിസൈൻ നമുക്ക് നന്നായി ഇഷ്ടമാകും. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ ക്വാളിറ്റി ഉള്ളതാണ്. നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ശരിക്കും ഇത് കൂളിംഗ് ഒന്നുമല്ല. ഇവിടെയും ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റുകൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 2 പേർക്കുള്ള ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഈ ഒരു നല്ല പൊക്കമുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കുറച്ച് താഴേക്കാണ് വന്നിരുന്നത്. ഇവിടെ കപ്പ് ഹോൾഡർ, 3 കപ്പ് ഹോൾഡറിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ എല്ലാം നല്ല ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 15 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റോട്ടറി നോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം AC വെൻറ്റുകൾ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവറുടെ സ്ഥലത്ത് വാനിറ്റി മിറർ കൊടുത്തിരിക്കുന്നു. ശരിക്കും നല്ല സീറ്റിൻ്റെ അപ്പോൾസ്ട്രി, നല്ല കുഷനിങ്, നല്ല സീറ്റിംഗ് കംഫർട്ട്. ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയർ വിശേഷങ്ങൾ. വിശാലമായ രണ്ടാം നിരയാണ്. നല്ല തൈ സപ്പോർട്ടൊക്കെ നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഡിസൈനും കുഷനിങ്ങും എല്ലാം തന്നെ. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കുള്ള സീറ്റ് ബെൽറ്റ്, 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ തീം, പുത്തൻ ബൊലേറോ നിയോയുടെ ഇൻറ്റീരിയർ തീം നന്നായിട്ട് ഇഷ്ടമായി.